അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. സദഖല്ലാഹുൽ അലിയുൽ അലീം. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും പരിപാലകനുമായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ, പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ,
നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ, പരിശുദ്ധമായ ആയത്തുകൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പകർത്തുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പഠനം പുതിയ ഒരു സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 25-ാമത്തെ അധ്യായമായി സൂറത്തായി രേഖപ്പെടുത്തിയ അൽ ഫുർഖാൻ. ഈ സൂറത്തിൽ 77 ആയത്തുകളാണ് ഉള്ളത്. ഇതിൻ്റെ അവതരണ കാലം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത്, ഹിജറയുടെ മുമ്പ്, അതിൻ്റെ ഏകദേശം ഒരു മധ്യ ദശയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത്. ഈ സൂറത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അൽ ഫുർഖാൻ എന്നാണ്. ആ പദം ഇതിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അതുമാത്രമല്ല, അൽ ഫുർഖാൻ എന്നുള്ള പദം, ആ പേര് ഖുർആനിനെ മൊത്തം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. ഖുർആൻ്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ എന്ന്. ആ പദത്തെ സംബന്ധിച്ചുള്ള വിശദാംശം നമ്മൾ വരും. ഇത് ഫുർഖാനാണ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡമാണ്. ഉരകല്ല് എന്നൊക്കെ പറയും, ടച്ച് സ്റ്റോൺ. ഈ സ്വർണം ഒറിജിനലാണോ ശരിയായതാണോ എന്ന് അറിയാൻ വേണ്ടി ഉരച്ച് നോക്കുന്ന കല്ലുണ്ട്. അതുപോലെ നമുക്ക് സത്യമേതാണ്, അസത്യമേതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്, നന്മ ഏതാണ്, തിന്മ ഏതാണെന്നൊക്കെ വേർതിരിച്ചറിയുവാൻ വേണ്ടി ഉള്ള മാനദണ്ഡത്തിനാണ് ഫുർഖാൻ എന്ന് പറയുക. ഈ സൂറത്ത് അൽ ഫുർഖാൻ എന്നാണ് ഇതിൻ്റെ പേര്. സൂറത്ത് തന്നെ ഫുർഖാനാണ്. ഇതിൽ സത്യവിശ്വാസികളുടെ കുറേ ഗുണഗണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ ഗുണങ്ങൾ ആർജിക്കുന്ന ആൾ എത്രമാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു ഫുർഖാൻ, സത്യാസത്യ വിവേചകമാണ് ഈ ഖുർആൻ, ഈ സൂറത്ത്. ഈ സൂറത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട്, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ, തൗഹീദ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉറപ്പിക്കുവാൻ ആവശ്യമായ വളരെ കൃത്യമായ ആയത്തുകൾ ഇതിൽ കാണാൻ കഴിയും. അതുപോലെ സത്യനിഷേധികൾ ധാരാളമായിട്ട് പ്രവാചകനെതിരിൽ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന ഖുർആനെതിരിൽ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയും ഈ അധ്യായത്തിൽ ചെറുതായിട്ട് നമുക്ക് കാണാം. സൂറത്തിൻ്റെ ആദ്യ ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. 1-ാമത്തെ ആയത്താണ്. തബാറക്ക എന്ന് പറഞ്ഞു തുടങ്ങുന്ന വേറൊരു സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ സൂറത്തിനെ തന്നെ തബാറക്ക എന്നാണ് പേര് വിളിക്കാറുള്ളത്, അല്ലേ? അൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ സൂറത്തും ആരംഭിക്കുന്നത് തബാറക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഈ തബാറക്ക എന്ന് പറയുന്ന പദം ഏകദേശം 9 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത അർത്ഥമാണ്. ഒരൊറ്റ വാക്കിൽ മലയാളത്തിൽ ഇതിന് അർത്ഥം പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള അർത്ഥസമ്പുഷ്ടമായൊരു പദം മലയാളത്തിലില്ല. ബറക്ക എന്നുള്ള വാക്ക് എന്നാണ് വരും. ബാ റാ അതുപോലെ കാഫ്, അതിൽ നിന്നാണ് വരുന്നത്. വലിയ അനുഗ്രഹമാണ്, അളവറ്റ അനുഗ്രഹം. തബാറക്ക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും മികച്ചു നിൽക്കുക,
തഫാഅല വസ്നാണ്. അനുഗ്രഹത്തിൽ, നന്മയിൽ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുക തബാറക. അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. തബാറക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം ഗുണം. അത് തബാറക. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാൻ. തബാറക്കല്ലദീ ഒരുവൻ അല്ലെങ്കിൽ അവൻ തബാറക്ക ഏറെ അനുഗ്രഹപൂർണനായിരിക്കുന്നു, ഏറെ നന്മ ഏറിയവനായിരിക്കുന്നു. എല്ലാ മേഖലകളിലും എല്ലാ നന്മയിലും ഏറ്റവും വർധനവ് ഉള്ളവനായിരിക്കുന്നു. തബാറക്കല്ലദീ ആര്? അല്ലദീ നസ്സലൽ ഫുർഖാൻ. തബാറക്കല്ലാ എന്നല്ല പറയുന്നത്, തബാറക അല്ലദീ നസ്സലൽ ഫുർഖാൻ. ഫുർഖാൻ അവതരിപ്പിച്ചവൻ. നസ്സല എന്നാണ്. അൻസല എന്നുള്ളൊരു പദം കൂടി അല്ലുണ്ട്. ഇവിടെ നസ്സല എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നസ്സല എന്ന് പറഞ്ഞാൽ അല്പാൽപമായിട്ട് ഇറക്കുക, ഒറ്റയടിക്ക് ഇറക്കാതെ ഘട്ടങ്ങളായിട്ട് വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് ഇറക്കുന്നതിനാണ് നസ്സല എന്ന് പറയുക. നസ്സലൽ ഫുർഖാൻ. ഫുർഖാൻ ഇറക്കിയ, ഖണ്ഡശയായിട്ട് അല്പാൽപമായി ഫുർഖാൻ ഇറക്കിയവൻ ഏറെ അനുഗ്രഹപൂർണനാണ്. അനുഗ്രഹപൂർണനാവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അവൻ അനുഗ്രഹപൂർണനായത് കൊണ്ടാണ് അവൻ നസ്സലൽ ഫുർഖാൻ, ഫുർഖാൻ അവതരിപ്പിച്ചത്. ആരുടെ മേല? അല അബ്ദിഹി, തൻ്റെ ദാസൻ്റെ മേൽ, തൻ്റെ അടിമയുടെ മേൽ. ലിയകൂന ലിൽ ആലമീന നദീറ. ലിയകൂന അദ്ദേഹം ആയിത്തീരുവാൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകൻ, ഈ അടിമ ആയിത്തീരുവാൻ, അല്ലെങ്കിൽ ഈ ഫുർഖാൻ ആയിത്തീരുവാൻ എന്നും പറയാം. ലിയകൂന എന്തായിത്തീരുവാൻ? ലിൽ ആലമീൻ, ലോകർക്ക്, നദീറ താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ ആയിത്തീരാൻ വേണ്ടി. ഒന്നുകൂടി ആയത്ത് നോക്ക്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ലോകർക്കെല്ലാവർക്കുമുള്ള താക്കീതുകാരനാവാൻ വേണ്ടി തൻ്റെ ദാസൻ്റെ മേൽ ഫുർഖാൻ ഇറക്കിയവൻ ഏറെ അനുഗ്രഹപൂർണനാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ഈ ആയത്തിൽ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഫുർഖാൻ ഇറക്കിയവനെ സംബന്ധിച്ചാണ്. അവൻ അനുഗ്രഹപൂർണനാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാത്. എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും ഏതാണ് എന്ന് വേർതിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായൊരു കാര്യമാണ് അത്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ സാമ്പത്തികമായ ഇടപാട് നടത്തുക എന്ന് വിചാരിക്കുക. നമ്മളൊക്കെ പലതരത്തിൽപ്പെട്ട ഇടപാടിൽ ഏർപ്പെടണ്ടല്ലോ. ഏർപ്പെടുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയതാണോ? പണം ഉണ്ടാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. പൈസ ഉണ്ടാക്കാൻ ഒട്ടേറെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണം ഉണ്ടാക്കാൻ പറ്റിയ ശരിയായ മാർഗം ഏതാണ് നമുക്ക് പറ്റാത്തത്? ഇതാരാ തീരുമാനിക്കുക? നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? എനിക്ക് പറ്റുന്ന കോലത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു വിവേചകം വേണം, പറഞ്ഞു തരണം, ഒരു ഉരകല്ല് വേണം. ഏതാണ് നമുക്ക് അനുവദനീയം, ഏതാണ് ശരിയായത്? ഇത് പറയാൻ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം അവരവരുടെ താല്പര്യങ്ങൾ അതിനെ ബാധിക്കും. മുതലാളി പറയുന്ന താല്പര്യവും തൊഴിലാളി പറയുന്ന താല്പര്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. യൂറോപ്യൻ്റെ താല്പര്യവും ആഫ്രിക്കക്കാരൻ്റെ താല്പര്യവും വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും പറ്റിയ രൂപത്തിൽ ഇന്നത് ഈ രൂപത്തിലാണ് വേണ്ടതെന്ന് പറയുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അത് കാരുണ്യവാനായ റബ്ബാണ്, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബ്. ആ റബ്ബിനാണ് സത്യാസത്യ വിവേചനം അവതരിപ്പിക്കുവാൻ, ഈ ക്രൈറ്റീരിയ, ഈ മാനദണ്ഡം, ഈ ഉരകല്ല് അവതരിപ്പിക്കാനുള്ള അർഹതയുള്ളത്. ആ ഉരകല്ല് അവൻ നൽകി എന്നുള്ളത് വല്ലാത്തൊരാശ്വാസമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പകച്ചു നിൽക്കും. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ ജീവിതം ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാവേണ്ടത്? ആരൊക്കെയായിട്ട് ഇണചേരാം? ആരുമൊന്നും പറഞ്ഞു തരുന്നില്ല. അതെങ്ങനെ ചേരാമെന്ന് ഞാൻ ഓരോരുത്തരും തീരുമാനിക്കാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പക്ഷേ റഹ്മാൻ റബ്ബ് അതിന് മാർഗനിർദ്ദേശം നൽകി നമുക്ക്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളും ശരിയേത് തെറ്റേത്, സത്യവും അസത്യവും ഏതൊക്കെയാണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്ന ഉരകല്ല് അത് നൽകിയതാണ്, അത് ലഭിച്ചതാണ് നമ്മുടെ ജീവിതത്തെ മഹത്തരമാക്കിയത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ.
തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാൻ, ഈ ഫുർഖാൻ അവതരിപ്പിച്ചവൻ അനുഗ്രഹപൂർണനാണ്. എത്ര പറയണം തബാറക്കാൻ, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാൻ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യ ജീവിതം സാധ്യമാവുമോ അവിടെ? ഇത് ആരുടെ മേലാണ് അവതരിപ്പിച്ചെന്ന് പറയാ? നേർക്കുനേരെ നമുക്ക് അല അബ്ദിഹി, തൻ്റെ ദാസൻ്റെ മേൽ. കാരുണ്യവാനായ അള്ളാഹു തൻ്റെ പ്രവാചകനെ അവിടെ അബ്ദ് എന്ന് വിശേഷിപ്പിക്കും. നബി അല്ലെങ്കിൽ റസൂൽ എന്നൊന്നും പറയുന്നില്ല. അബ്ദ്, അടിമ. അള്ളാഹു വല്ലാതെ ഇഷ്ടത്തോടു കൂടി പ്രവാചകനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് ഈ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സൂറത്തുൽ ഇസ്രാ പഠിച്ച സമയത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് തൻ്റെ ദാസനെ കൊണ്ടുപോയവൻ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, പ്രവാചകനെ ഇസ്രാ അല്ലേ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവിടെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയതിനെ സംബന്ധിച്ച് പറയുന്നത് തൻ്റെ അടിമയെ കൊണ്ടുപോയവൻ. ആ അബ്ദ് പ്രവാചകനോട് ഇഷ്ടം തോന്നുന്നത് പോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നസ്സലൽ ഫുർഖാന അല അബ്ദിഹി, തൻ്റെ ദാസൻ. ഇവിടെ മറ്റൊരു വിശദീകരണം കൂടി മനസ്സിലാക്കണം. ഈ ഖുർആൻ അവതരിക്കുന്നതിലൂടെ, അൽ ഖുർആൻ ആയത്ത് നമുക്ക് എത്തിച്ചേരുന്നതിലൂടെ ഈ മനുഷ്യനല്ലാതെ ആവുന്നില്ല. അടിമത്വത്തിൽ നിന്ന് മാറിയിട്ട് ദിവ്യത്വത്തിലേക്ക് കയറുന്നില്ല. അദ്ദേഹം അബ്ദ് തന്നെയാണ്. പലർക്കും സംഭവിച്ചു പോകുന്ന ഒരു വലിയൊരു മാർഗഭ്രംശം എന്ന് പറയുന്നത്, പ്രവാചകനെയും എന്ത് ചെയ്യുന്നു, ദിവ്യത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്താറുണ്ട്. അങ്ങനെയല്ല, ഇത് അബ്ദാണ്. നസ്സലൽ ഫുർഖാന അല അബ്ദിഹി, തൻ്റെ ദാസൻ്റെ മേൽ ഈ ഫുർഖാൻ അവതരിപ്പിച്ചവൻ അപൂർവം അസാധാരണമായ രൂപത്തിൽ അനുഗ്രഹത്തിനുടമയാണ്. ലിയകൂന ലിൽ ആലമീന നദീറ. എന്തിനാ ഇത് ഫുർഖാൻ അവതരിപ്പിച്ചത്? ലിയകൂന ലിൽ ആലമീൻ, അദ്ദേഹം ആയിത്തീരുവാൻ, അല്ലെങ്കിൽ ഈ ഫുർഖാൻ ആയിത്തീരുവാൻ. ലിൽ ആലമീൻ, ലോകർക്ക് എന്ന് പറഞ്ഞാൽ, ആലമീൻ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്ക് എന്നല്ല, ഏത് കാലത്തും ഇതിൻ്റെ അവതരണം മുതൽ അവസാന നാൾ വരെ എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ മനുഷ്യർ ഉണ്ടോ അവർക്കെല്ലാം, ലിൽ ആലമീൻ, സകല ലോകർക്കും. ഖുർആൻ സർവകാലികമാണ്, അതുപോലെ സാർവലൗകികമാണ്, സാർവജനീനമാണെന്നൊക്കെ നമ്മൾ പറയും. എല്ലാ ജനങ്ങൾക്കുമുള്ള, എല്ലാ കാലത്തേക്കുമുള്ള, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് ഖുർആൻ. ലിൽ ആലമീൻ. അതുകൊണ്ട് അന്ന് പറഞ്ഞ ഫുർഖാൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. മാറുന്നില്ല. കാലം മാറിയാലും ഏതാണ് സത്യം ഏതാണ് അസത്യം മാറുന്നില്ല. തിന്മ ഏതാണ് നന്മ ഏതാണ് മാറുന്നില്ല. ലിൽ ആലമീന നദീറ, ഒരു താക്കീതായിട്ട്, മുന്നറിയിപ്പായിട്ട്. എന്തിനാ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? നമ്മൾ ചിലപ്പോൾ നല്ല വഴിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കോഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ശ്രദ്ധിക്കുക, അഹ്ദർ എന്നൊക്കെ ചിലപ്പോൾ അറബിയിലൊക്കെ അങ്ങനെ കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ റോഡ് ഇത് അവിടെ ഒരു ടേണിംഗ് ആണ്, അല്ലെങ്കിൽ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു കോഷനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കോഷൻ ആവശ്യമാണ്. അങ്ങനെ പോകരുത്. ചില മുന്നറിയിപ്പുകളുണ്ട്. ആ മുന്നറിയിപ്പുകൾ നൽകിയിട്ട് എന്തിനാ വെക്കുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, നമ്മെ അപകടത്തിൽ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഗ്രന്ഥം മനുഷ്യർക്ക് വേണ്ടിയിട്ട് തൻ്റെ ദാസൻ്റെ മേൽ അവതരിപ്പിച്ചവൻ തബാറക, ഏറ്റവും അനുഗ്രഹപൂർണനാണ്. ഒന്നുകൂടി നോക്ക്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അല അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ലോകർക്കൊന്നാകെ താക്കീത് പോലെ തൻ്റെ ദാസൻ്റെ മേൽ ഈ ഫുർഖാൻ അവതരിപ്പിച്ചവൻ ഏറെ അനുഗ്രഹപൂർണനാണ്. നോക്ക്, ഇനി വീണ്ടും അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലേക്ക് വരികയാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ഇത് അവതരിപ്പിച്ചത് ആരാ? ഫുർഖാൻ അവതരിപ്പിച്ചവൻ ആരാണ്? നേരത്തെ പറഞ്ഞില്ലേ, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വളരെ അനിവാര്യമായിട്ടും ഒരു മനുഷ്യന് അനിവാര്യമായി വേണ്ട ഒരു കാര്യമാണ് ഈ ഉരകല്ല്. ഈ മാനദണ്ഡം ഇല്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടു പോകും. ഈ മാനദണ്ഡം അവതരിപ്പിച്ചവൻ ആരാണ്? ശരിക്കും കഴിവുള്ളവനാണ്, അതിന് യോഗ്യനാണ് അവതരിപ്പിച്ചത്. ആ യോഗ്യത പറയണം. ഒന്ന്,
അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. എന്താണ് അല്ലാഹുവിൻ്റെ യോഗ്യത? ഈ മാനദണ്ഡം അവതരിപ്പിച്ചവൻ്റെ ഒന്നാമത്തെ യോഗ്യത അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശ ലോകങ്ങളുടെ, ഈ ഭൂമിയുടെ മുഴുവൻ മുൽക്ക്, അതിൻ്റെ എല്ലാം ഉടമസ്ഥത അവനാണ്. എല്ലാം ഉടമസ്ഥപ്പെടുത്തിയവന് മാത്രമാണ് ഈ മാനദണ്ഡം പറയാൻ കഴിയുക. അല്ലാത്തവൻ പറയുമ്പോൾ പല ജാതി പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇന്നത് അനുവദനീയമല്ല, ഇതാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഉടമസ്ഥനെ പറയാൻ കഴിയുള്ളൂ, അതിനെ സംബന്ധിച്ച് അറിവുള്ളവനെ പറയാൻ കഴിയൂ. അല്ലാത്തവൻ അത് അനുവദനീയമല്ല, ഇത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ കവർന്നെടുക്കാനുള്ള ശ്രമം നടത്തും. തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ്, അത് മുതലാളിയുടെ, അത് അങ്ങനെ പിടിച്ചെടുക്കാം എന്നൊക്കെ പലതരത്തിൽപ്പെട്ട ഇസങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇത് പറയുവാൻ അധികാരം, മാനദണ്ഡം, സത്യാസത്യ വിവേചകം, അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ, ഈ മാനദണ്ഡം, ഈ ഫുർഖാൻ, ഇത് അവതരിപ്പിക്കുവാനുള്ള യോഗ്യത ഒന്ന് ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത അവനാണ്. 2 വലം യത്തഖിദ് വലദ, അവന് ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, വലത് ഇല്ല. എന്താ പറയുന്നത് അവിടെ ഒരു വലതിനെ സംബന്ധിച്ച് പറയാൻ കാരണം? ദൈവത്തെ സംബന്ധിച്ച് ആളുകൾക്ക് പലതരത്തിൽപ്പെട്ട കാഴ്ചപ്പാടുകളുണ്ട്, പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളെ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം ആളുകൾ കുടുങ്ങിപ്പോയ ഒന്ന്, മനുഷ്യരെ പോലെ തന്നെ ദൈവത്തെ കരുതിയിട്ട് ദൈവത്തിന് കുടുംബം ഉണ്ടാവുക, ദൈവത്തിനും മക്കൾ ഉണ്ടാവുക, ദൈവത്തിനും ഭാര്യ ഉണ്ടാവുക, ദൈവത്തിനും ജ്യേഷ്ഠനും അനുജനും ഒക്കെ ഉണ്ടാവുക, ഇങ്ങനെ ഒരു സങ്കല്പം വെച്ച് പോകുന്നുണ്ട് കുറേ ആളുകൾ. അല്ലദീ ലം യത്തഖിദ് വലദ, അള്ളാഹുവിനെ പറ്റി അവൻ പറയാണ് അവന് സന്താനത്തെ വരിച്ചിട്ടില്ല. എന്തിനാ ഈ സന്താനത്തെ വരിക്കുക? 3 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ആളുകൾക്ക് ആവശ്യം വരിക. അതിൽ ഒന്ന്, താൻ ഒറ്റക്കായി പോവുമല്ലോ കുട്ടികളില്ലെങ്കിൽ, അതുകൊണ്ട് എനിക്ക് മകൻ വേണം. ചിലപ്പോൾ ദത്തെടുത്തിട്ടെങ്കിലും എനിക്ക് അഡോപ്റ്റ് ചെയ്തിട്ടെങ്കിലും ഒരാൾ വേണം എന്ന് ഇയാൾ തീരുമാനിക്കാറാണ്. ഒറ്റക്കായി പോകുമല്ലോ എന്നാ. പടച്ചറബിനെ പേടിയില്ല, അവൻ ഏകനാണ്. പലപ്പോഴും സ്നേഹം പകരാൻ, സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് മക്കളെ ദത്തെടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം അള്ളാഹുവിനില്ല. അതുപോലെ തന്നെയാണ് തൻ്റെ അവകാശം, തനിക്ക് ശേഷം ഈ അവകാശങ്ങളൊക്കെ ഒരാൾക്ക് കിട്ടേണ്ടേ, അനന്തരാവകാശിയായിട്ട് ആളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇതൊന്നും ദൈവത്തിന് ചേർന്നതല്ല, മനുഷ്യരുടെ സങ്കല്പത്തിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ദൈവമല്ല. അല്ലദീ ലം യത്തഖിദ് വലദ, പുത്രനെ സ്വീകരിക്കാത്തവനാണവൻ. വലം യത്തഖിദ് വലദ വലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. 3ാമത് അവൻ്റെ ഗുണം പറയാണ്, അവനില്ല വലം യകുല്ലഹു ശരീഖ്. ശരീഖ് എന്ന് പറഞ്ഞാൽ പങ്കാളി, ഒരു പാർട്ട്ണർ ഇല്ല. ലം യകുല്ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ആധിപത്യത്തിൻ്റെ കാര്യത്തിൽ. മുൽക്ക് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ആധിപത്യമാണ്. ആകാശഭൂമികളുടെ ആധിപത്യം മാത്രമല്ല, മനുഷ്യൻ്റെ റിസ്ക് മുഴുവൻ അവൻ്റേതാണ്. ആ റിസ്ക് നൽകുന്നതിൽ, അത് തടയുന്നതിൽ വേറൊരാൾക്കും പങ്കാളിത്തമില്ല. നമ്മുടെ മരണവും നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ തരത്തിൽപ്പെട്ട ഇടപാടുകളുടെയും യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതിൽ വേറെ ഒരാൾക്കും പങ്കാളിത്തമില്ല. ഇതൊക്കെ അതിൽ അർത്ഥമുണ്ട്. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക്, അവൻ്റെ ആധിപത്യത്തിൽ ഒരാൾക്കും പങ്കാളിത്തമില്ല, ഒരു പങ്കാളിയുമില്ല. വഖലഖ കുല്ല ഷൈഇൻ, 4ാമത് പറയാണ് അവൻ ആരാണ്? ഈ ഫുർഖാൻ അവതരിപ്പിച്ചവൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഖലഖ കുല്ല ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചവനാണ്. ഖാലിഖാണ്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. മറ്റു ഇതിൻ്റെ അടുത്ത ആയത്ത് പറയുമ്പോൾ കുറച്ചുകൂടി സമ്പൂർണ്ണമാവും. ഫഖദ്ദറഹു തഖ്ദീറ, സൃഷ്ടിക്കുക മാത്രമല്ല, പടക്കുക മാത്രമല്ല, ഖദ്ദറഹു തഖ്ദീറ. ഖദ്ദറ, കണക്കാക്കുക, ക്ലിപ്തപ്പെടുത്തുക, നിർണയിക്കുക, പരിമിതപ്പെടുത്തുക, ധാരാളം അർത്ഥങ്ങളുണ്ട്. ഖദ്ദറ എന്ന് പറഞ്ഞാൽ ഫഖദ്ദറഹു തഖ്ദീറ, വളരെ കൃത്യമായൊരു കണക്കാക്കൽ, അതിനെ കണക്കാക്കുകയും ചെയ്തു. വല്ലാത്തൊരായത്ത ഇത്. ഈ ആയത്ത് ഒന്നുകൂടി നോക്ക്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള് വലം യത്തഖിദ് വലദ വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്ക് വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. തൗഹീദിനെ സമ്പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് ഉൾക്കൊള്ളിച്ച ഒരു ഒറ്റ ആയത്ത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്.
അബ്ദുൽ മുത്തലിബ് വംശത്തിൽപ്പെട്ട ഏതൊരു കുട്ടിയും ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയാൽ, കുട്ടികൾ സംസാരിച്ചു തുടങ്ങിയാൽ അവനെ ആദ്യം പഠിപ്പിക്കുക ഈ ആയത്താണെന്നാ. ഏതായത്ത്? അല്ലദീ ലഹു മുൽക്കുസ്സമാവാതി വൽ അർള് വലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്ന് പറഞ്ഞ ആയത്ത്. എന്താണെന്നറിയോ അങ്ങനെ പറയാൻ കാരണം? എല്ലാം ഉണ്ട് അതിൽ. ഒന്ന്, അതിൽ പറയുന്നത് ആരാണ് ഈ അള്ളാഹു? അവനാണ് മുൽക്കുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യം. വലം യത്തഖിദ് വലദ, അവന് സന്തതികളില്ല എന്ന് പറഞ്ഞാൽ വംശപാരമ്പര്യം, വംശം നിലനിർത്തുക, ഈ വംശബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. വലം യത്തഖിദ് വലദ, അത് വലിയ ധാരാളം ആളുകൾ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി വന്ന പ്രവാചകനെ പോലും ദൈവത്തിൻ്റെ മകനാണെന്ന് വിളിച്ച ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ പുത്രനാണ് യേശുവിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ യഹൂദികളാണെങ്കിൽ ഉസൈർ ഇബ്നുല്ലാ, അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വാദിച്ച ആളുകളുണ്ട്. എല്ലാ മുശ്രിക്കുകളുടെ ഭാഗത്ത് ധാരാളം കാണാൻ കഴിയും ദൈവത്തിന് പുത്രങ്ങളെ. വലം യത്തഖിദ് വലദ, ഇല്ല, ഈ അള്ളാഹുവിന്, ഈ പ്രപഞ്ചനാഥന് ഒരു സന്തതിയില്ല. മൂന്നാമത് പറഞ്ഞത് വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവൻ്റെ ഉടമസ്ഥതക്ക്, അവൻ്റെ ആധിപത്യത്തിൽ ഒരു പങ്കാളിയുമില്ല എന്നാണ്, വേറൊരു പാർട്ട്ണറുമില്ല. അങ്ങനെ ഉണ്ടല്ലോ, മറ്റൊരിടത്ത് മറ്റ് ചെറിയ കാര്യങ്ങളൊക്കെ ഇയാളാണ് നിയന്ത്രിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഒരു ശരീക്കുമില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അങ്ങനെ ഉണ്ടാവുമ്പോഴാണല്ലോ ആൾക്കാർ അവിടെ പോയിട്ട് ചോദിക്കുക. എപ്പോഴും ആളുകൾ അള്ളാഹു അല്ലാതെ മറ്റാളുകളോട് പ്രാർത്ഥിക്കാൻ പോവുക? അള്ളാഹു അല്ലാത്ത മറ്റാളുകളുടെ പേടിച്ചുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി എപ്പോഴാണ് ആളുകൾ എപ്പോഴാണ് ആരാധിക്കാൻ തുടങ്ങുകയെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക നമുക്ക്? എനിക്ക് ഉപദ്രവമേൽപ്പിക്കുവാൻ, എനിക്ക് ഉപകാരം ചെയ്യുവാൻ കഴിയുന്ന ഇത് വേറൊരു ശക്തി കൂടിയുണ്ട്. അയാൾ വിചാരിച്ചാൽ എൻ്റെ സമ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ വർധനവുണ്ടാക്കാനോ കുറവ് വരുത്താനോ സാധിക്കും എന്നൊക്കെ തോന്നുമ്പോഴാണല്ലോ ഞാൻ അയാളെ ചെയ്യല്ലേ, അരുത്, എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാളില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ ഒരു പാർട്ട്ണറുമില്ല. വഖലഖ കുല്ല ഷൈഇൻ, അടുത്ത ആയത്ത്, ആയത്തിൽ അടുത്ത ഭാഗം ഖലഖ കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. അത് അടുത്ത ആയത്തിൽ അതിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് വിവരണം വരും. ഫഖദ്ദറഹു തഖ്ദീറ, സൃഷ്ടിക്കുക മാത്രമല്ല, പടക്കുക മാത്രമല്ല, അതിനെല്ലാം നിർണ്ണയിക്കുക, കൃത്യമായിട്ട് നിർണ്ണയിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ ഈ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം ഇവിടെ ഇങ്ങനെ ഒരു സുന്ദരമായിട്ട് സുഖകരമായിട്ട് അങ്ങനെ നോർമലായിട്ട് പോകണമെങ്കിൽ പലതരത്തിൽപ്പെട്ട ഘടകങ്ങൾ കൃത്യപ്പെടുത്തണം. നമ്മൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൻ്റെ ഘടന ഉണ്ടല്ലോ, അതിലെ വായുഘടന, എയർ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, വാതക സംരചന ഭയങ്കര. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, നമ്മൾക്ക് അനിവാര്യമായ ഒന്നാണ് ഓക്സിജൻ. ആ ഓക്സിജൻ എത്ര അളവിലാണ് വേണ്ടത്? ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഗ്ലാസ്സിനൊക്കെ, നമ്മുടെ ഗ്യാസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു റെഗുലേറ്റർ ഉണ്ടാവുമല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്മിലാക്കാനൊക്കെ. ഈ ലോകത്ത് ആവശ്യമായ ഓക്സിജൻ്റെ അളവ്, മനുഷ്യർക്ക് ആവശ്യമായ ഓക്സിജൻ്റെ അളവ് ഇത്രയാണ് എന്ന് എൻ്റെ സൃഷ്ടാവ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അത് അവൻ വെച്ചിരിക്കുന്നു അവിടെ. നമുക്കറിയാം, നമുക്ക് കണക്കാക്കാൻ കഴിയില്ല, പക്ഷേ നമ്മൾ പറയും ഇത്ര 21% ഓക്സിജൻ. അതിൽ എത്രയാണ് കാർബൺ വേണ്ടത്, എത്രയാണ് നൈട്രജൻ ഉണ്ടാവേണ്ടത്, ഓരോ വാതകങ്ങളുടെയും ഓരോ ഗ്യാസും എത്ര അളവിൽ വേണമെന്ന് എൻ്റെ റഹ്മാന റബ്ബ് ഖദ്ദറഹു തഖ്ദീറ. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ രക്തം ഒന്ന് പരിശോധിക്കട്ടെ, ഗ്ലൂക്കോസിൻ്റെ ലെവൽ അറിയാൻ, അതിൻ്റെ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് അറിയാൻ, WBC RBC ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് അതിനൊരു നോർമൽ റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ, ഇപ്പുറത്തേക്ക് പോയാൽ നമ്മൾ രോഗിയാണെന്ന് വിലയിരുത്തും. ആരാ ഇത് കണക്കാക്കി വെച്ചത്? ഖദ്ദറഹു തഖ്ദീറ. മനുഷ്യ ശരീരത്തിലുള്ള കോശങ്ങൾ ട്രില്യൺ കണക്കിനാണ്. ആ സെല്ലുകൾക്കകത്തുള്ള ക്രോമസോം അത് 23 ജോഡി എന്ന് തീരുമാനിച്ചു വെച്ചിരുന്നു. ആര്? മാത്രമല്ല DNA, വളരെ വ്യത്യസ്തമായ ഒട്ടേറെ കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ വളരെ കണിശമായി തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. ഖദ്ദറഹു തഖ്ദീറ, അതിനെ കൃത്യമായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നു അവൻ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ വമ്പിച്ച അളവിൽ പരാതിപ്പെട്ടുകൊണ്ട് ചൂട് കൂടി എന്നാണ്.
നമുക്ക് ആവശ്യമായ നമ്മുടെ ജീവിതം സുഖകരമായി പോകാൻ പറ്റിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനപ്പുറത്തേക്ക് പോയാൽ, ഇത്ര ഡിഗ്രിക്ക് അപ്പുറത്തേക്ക് സെൽഷ്യസിലേക്ക് പോയി കഴിഞ്ഞാൽ അപായകരമാണ്. ഇവിടെ ജീവിതം സാധ്യമാവില്ല. ഇതിനേക്കാൾ താഴോട്ട് പോയാലും സാധ്യമാവില്ല. പാകത്തിൽ എൻ്റെ അടിയാറുകൾ നിൽക്കട്ടെ. ഇതിൻ്റെ ചൂട് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കാരുണ്യവാനായ റബ്ബാണ്. ഈ ഭൂമിയും സൂര്യൻ തമ്മിലുള്ള അകലം നിശ്ചിതമായ തോതിൽ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്. അത് അകലം കൂടിയാൽ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ തണുത്തു പോവും. അകലം കുറയും തോറും, അല്ലെങ്കിൽ സൂര്യനോട് അടുക്കും തോറും കരിഞ്ഞു പോവും. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഇതിനെ ക്രമീകരിച്ചു. ഖദ്ദറഹു തഖ്ദീറ. എല്ലാത്തിനെയും അല്ലാഹു വളരെ കണിശമായൊരു തഖ്ദീർ വെച്ചിരിക്കുന്നു. അവനാണ് ഈ ഫുർഖാൻ നൽകിയത്. നോക്കുക, ഇതിൽ പറഞ്ഞത് അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് വലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ. എല്ലാം സൃഷ്ടിക്കുക മാത്രമല്ല, അതിനെ കൃത്യമായി കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ഷൈആ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇനി നേരെ തിരിച്ച്, ആളുകൾ അല്ലാഹു അല്ലാതെ വേറെ പലരെയും ദൈവങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വത്തഖദൂ മിൻ ദൂനിഹി, അവനെ കൂടാതെ ഇവർ വരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. ആലിഹത്തൻ, ധാരാളം ദൈവങ്ങൾ. ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ബിംബങ്ങളുടെ, അത് മാത്രമൊന്നുമല്ല. ആലിഹത്ത് പല രൂപത്തിലുണ്ട്. അത് ചിലപ്പോൾ നേരത്തെ മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളെ ആലിഹത്തായിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളില്ലേ, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ദൈവങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്താറുണ്ട്. അതുപോലെ മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ പൂജിക്കുന്ന ആളുകളുണ്ട്. മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും ഒക്കെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അത് ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ ആവാം. മരണപ്പെട്ടു പോയ ആളുകളുടെ മക്ബറയിൽ ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയും, നോക്ക്, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവനെ കൂടാതെ അവർ ധാരാളം ഇലാഹുകളെ സ്വീകരിച്ചു. വത്തഖദൂ, അവർ സ്വീകരിച്ചു, മിൻ ദൂനിഹി, അവനെ കൂടാതെ, ആലിഹത്തൻ, ദൈവങ്ങളെ. അവരുടെ അവസ്ഥ പറയാ, ലാ യഖ്ലുഖൂന ശൈആ വഹും യുഖ്ലഖൂൻ. ഒരാൾ ദൈവമാവണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. നോക്ക്, ഇവിടെ ഇവരെ പറ്റി പറയാ, ഇവർ പൂജിച്ചു കൊണ്ടിരിക്കുന്ന, ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഇവർ ഇലാഹുകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇവയുണ്ടല്ലോ, അത് ലാ യഖ്ലുഖൂന ശൈഅ, ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല. അതാണ് ഖുർആൻ വേറെ സ്ഥലത്ത് ചോദിക്കുന്നത്, എന്താണ്, ഒരു ഈച്ചയെ ലൻ യഖ്ലുഖൂ ദുബാബൻ വലബിജ്തമഉല ഇന്നല്ലദീന തദഉന മിൻ ദൂനില്ല ലൻ യഖ്ലുഖൂ ദുബാബൻ വലബിജ്തമഉല. ഒരു ഈച്ചയെ പോലും അവരാരും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയുടെ, നിസ്സാരമായൊരു പ്രാണിയുടെ ഒരു ചിറക് പോലും സൃഷ്ടിക്കുവാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. ലാ യഖ്ലുഖൂന ശൈഅ എന്ന് മാത്രമല്ല, വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാണ്. വഹും യുഖ്ലഖൂൻ, നോക്ക്, വഹും യുഖ്ലഖൂൻ, ഇവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർ സ്വയം സൃഷ്ടിക്കപ്പെട്ട, അവർ തന്നെ പടപ്പുകളാണ്. അവരെ പടച്ചതാണ് അള്ളാഹുവാണ് അവരെ പടച്ചത്. വഹും യുഖ്ലഖൂൻ. 2, വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ. ദൈവമാവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ ഒരു തിന്മ ഉണ്ടാക്കാൻ കഴിയണം. ഇത് രണ്ടും ഇവർക്ക് കഴിയില്ല. ലാ യംലികൂന നഫ്അൻ ലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ. ആൾക്കാർക്ക് കൊടുക്കണ്ട, നാട്ടുകാർക്ക് നന്മ ചെയ്യണ്ട, സ്വന്തത്തിന്. ചില ആൾ ദൈവങ്ങൾ ഗുരുതരമായ രോഗം ബാധിക്കുമ്പോൾ അവരെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. സാധാരണ മനുഷ്യന്മാരൊക്കെ കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക് തന്നെ അവരെ ചികിത്സിക്കുവാൻ വേണ്ടി ഡോക്ടർ ആവശ്യം വരിക. ഇയാൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നെ ബാധിച്ച ദുരിതത്തിൽ നിന്ന് എന്നെ സ്വന്തം, വേറെ ആളുകളെ വേണ്ട, രക്ഷിക്കുവാൻ, എന്നിട്ടാണ് ഈ ഒരു ബുദ്ധിയുമില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത, അതൊക്കെ പണയം വെച്ച ആൾക്കാർ ഇവരുടെ മുന്നിൽ പോയിട്ട് ഞങ്ങൾക്ക് രോഗം മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ അവസ്ഥ എന്താ? ലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ.
സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരു ലറ് എന്ന് പറഞ്ഞ ഉപദ്രവമാണ്, നഫ് ഉപകാരമാണ്. ഒരു ഉപദ്രവമോ ഉപകാരമോ സ്വന്തത്തിന് പോലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആരെ പറ്റിയാണ് പറയുന്നത്? അള്ളാഹു അല്ലാതെ ഇവരെല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരിച്ചിരിക്കുന്ന ദൈവങ്ങളുടെ അവസ്ഥ പറയുക. അവ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ തന്നെ സൃഷ്ടികളാണ്, അവർ തന്നെ പടപ്പുകളാണ്. രണ്ടാമത് പറയുന്നത് വല യംലികൂന ലി അൻഫുസിഹിം ലറൻ വല നഫ്അ. സ്വന്തത്തിന് പോലും ലി അൻഫുസിഹിം, സ്വന്തത്തിന് പോലും എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവർക്ക് കഴിയില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല. 3 പറയും നോക്ക്, വല യംലികൂന മൗതൻ വല ഹയാതൻ വല നുശൂറാ. മൗത്ത്, ഹയാത്ത്, നുശൂർ. എന്താ? മൗത്ത് മരണമാണ്, ഹയാത്ത് ജീവിതമാണ്, ഏറ്റവും പ്രധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോ. നുശൂർ പുനരുദ്ധാനമാണ്. ഈ 3 കാര്യത്തിലും ഒരു പങ്കും ഇവർക്കില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ മൗത്ത് ഞാൻ എന്നെ കൊന്നുകളയുന്ന ഒരാൾ തീരുമാനിച്ച് നടക്കൂല. ഇബ്രാഹിം നബിയെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് അവിടുത്തെ നാട്ടുകാരും രാജാവും എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഇതിനേക്കാൾ അപ്പുറം വലിയൊരു തീക്കുണ്ടൻ ഉണ്ടാക്കാനില്ല. അഗ്നികുണ്ഡത്തിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ കരിഞ്ഞ് ഭസ്മമായി പോവില്ലേ? പക്ഷേ ഇബ്രാഹിം നബി ഇങ്ങോട്ട് വരിക, അള്ളാഹ് തീരുമാനിച്ചിട്ടില്ല. മൗത്ത് തീരുമാനിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഹയാത്തും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ മൗത്തും ഹയാത്തും. വനുഷൂർ, നുഷൂർ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു അവകാശവും ഇവർക്കില്ല, ഒരു ഉടമസ്ഥതയും ഒരു കഴിവും ഇവർക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണല്ലോ ഇവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്, വിഡ്ഢികൾ എന്നാണ്. നോക്ക്, വത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്അ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അപ്പോൾ ആദ്യത്തെ ആയത്ത് തൗഹീദ്, രണ്ടാമത്തെ ആയത്ത് ഷിർക്കിൻ്റെ നിഷേധം. കണ്ടോ? ആദ്യത്തെ ആയത്തിൽ ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആയത്തിൽ ഈ ആളുകൾ അള്ളാഹു അല്ലാതെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ പറയണം. അവരുടെ അവസ്ഥ പരിതാപകരമാണ്. ഒന്നും സൃഷ്ടിക്കാത്ത പടപ്പുകളാണവർ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാ. സ്വന്തത്തിന് പോലും ഏതെങ്കിലും ഒരു നന്മയോ തിന്മയോ കൊണ്ടുവരാൻ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവരാണവർ. സ്വന്തം മൗത്തിൻ്റെ, സ്വന്തം ഹയാത്തിൻ്റെ, സ്വന്തം നുഷൂറിൻ്റെ ഒന്നും കാര്യത്തിൽ ഒരു പങ്കും അവർക്കില്ല, ഒരു ഉടമസ്ഥതയും അവർക്കില്ല. ഇനി നോക്ക്, ഇനി പറയുന്നത് ഈ 3 ആയത്തിന് ശേഷം അന്ന് അറബികളുടെ ഇടയിൽ പ്രവാചകനെതിരിൽ, ഖുർആനെതിരിൽ ഉന്നയിച്ചിരുന്ന ധാരാളം ആരോപണങ്ങളുണ്ട്. ഇവിടെ ഖുർആനെതിരായിട്ട് അവർ ഉന്നയിച്ച ആരോപണത്തെയാണ് ആദ്യം എടുക്കുന്നത്. വഖാലല്ലദീന കഫറൂ ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹ് വഅഅനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ ഫഖദ് ജാഊ ളുൽമൻ വസൂറാ. വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ ഹാദാ, ഇത് അല്ല, ഇല്ല ഇഫ്ക്, ഇഫ്ക് അല്ലാതെയല്ല. ഇഫ്ക് എന്ന് പറഞ്ഞാൽ വ്യാജം, നിർമ്മിച്ചുണ്ടാക്കിയതിനാണ് പറയുക, കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. ഇഫ്തറാഹ് എന്ന് കൂടി പറയുന്നത് കെട്ടിച്ചമച്ച വ്യാജമല്ലാതെ അല്ല. ഖുർആനെ പറ്റിയിട്ട് ഖാലല്ലദീന കഫറു, കാഫിറുകൾ പറഞ്ഞതാണ്. എന്ത്? ഇൻ ഹാദാ ഇല്ല ഇഫ്കുൻ ഇഫ്തറാഹ്. ഈ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ മറുപടി ഒന്നും പറയാണ്ടാവില്ല. അപ്പം പിന്നെ ആകെ പറയാനുള്ള മറുപടി എന്താ അറിയോ? ഇതൊക്കെ വെറും കള്ളത്തരാണ്. നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇപ്പോഴും കാണാത്. ഇത് വിശുദ്ധ ഖുർആൻ്റെ അതിശക്തമായ ആയത്തുകൾ, ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുന്ന ആൾ ശരിക്ക് ചിന്തിക്കും, അത് അവരുടെ മനസ്സിൽ തറക്കും, യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ തറക്കരുത് എന്ന് വിചാരിക്കുന്നവൻ എതിർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നറിയോ? അവനൊരു വാദം ഉന്നയിക്കും. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹ്. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വ്യാജം മാത്രമാണ്, ഒരു വെറും കളവാണ്, നുണയാണ് എന്നവർ പറയും. ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ. മാത്രമല്ല വഅഅനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, അതുകൂടി പറഞ്ഞു. ഇതിൻ്റെ സ്രോതസ്സിനെ തന്നെ കളവാക്കുകയാണ്, വിശുദ്ധ ഖുർആൻ്റെ സ്രോതസ്സിനെ തന്നെ കളവാക്കുകയാണ്. വഅഅനഹു അലൈഹി, അഅന എന്ന് പറഞ്ഞാൽ സഹായിച്ചുന്ന.
ഈ കാര്യത്തിൽ അഅനഹു അദ്ദേഹത്തെ സഹായിച്ചു. ആരെ? പ്രവാചകനെ സഹായിച്ചു. ഖൗമുൻ ആഖറുൻ വേറെ ചില ആളുകൾ, വേറെ ചില ഖൗം എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഇദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. കെട്ടിച്ചമക്കുന്ന ഇയാൾക്ക് സ്വന്തം കെട്ടിച്ചമക്കാൻ കഴിയൂല, വേറെ ആളുകളുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയതാ. അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും? ഇതാരാ കൊണ്ടുവരുന്നത്? ഖുർആൻ അന്ന് ആദ്യമായിട്ട് ഖുർആനിലെ ആയത്തുകൾ ആ ലോകത്തും ഇന്നും എന്നേക്കുമായിട്ട് ആളുകൾ ആദ്യമായി കേൾപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ? മക്കയിൽ ജനിച്ച ആളാ. ആരാ അദ്ദേഹത്തിൻ്റെ വാപ്പ, ആരാ ഉമ്മ, ഏത് തറവാട്ടിലൊക്കെ എല്ലാവർക്കും വെള്ളം പോലെ അറിയാം അവിടെയുള്ള ആൾക്കാർക്ക്. മാത്രമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ 40 വർഷക്കാലം പ്രവാചകനാവുന്നത് വരെ ഇവരെല്ലാവരും അദ്ദേഹത്തെ വിളിച്ചൊരു പേരെന്താ അറിയോ? അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരുള്ള വേറെ ആ നാട്ടിലില്ല. അൽ അമീൻ എന്ന് മക്കത്ത് പറഞ്ഞാൽ പ്രവാചകനാ മുഹമ്മദ്. അന്ന് മുഹമ്മദ് പ്രവാചകനായിട്ടില്ല. അങ്ങനെ വിളിച്ചൊരു മനുഷ്യൻ ഖുർആനിൽ ആയത്ത് തുടങ്ങിയപ്പോൾ ആയത്തുകൾ ഓതി കേൾപ്പിക്കാൻ തുടങ്ങി. ഇവർ പറയാണ്, ഇത് കള്ളത്തരമാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത ഈ മനുഷ്യൻ്റെ പേരിൽ ഇവർ ആരോപിക്കുകയാണ്. ഇഫ്തറ, ഇഫ്കുൻ ഇഫ്തറ, ഇത് ഇൻഹുവ ഇല്ല ഇഫ്കു ഇൻഹാദ ഇല്ല ഇഫ്കുൻ ഇഫ്തറ വ അഅനഹു അലൈഹി ഖൗമുൻ ആഖറുൻ. ഇത് കൊണ്ടുവരാൻ ഇദ്ദേഹത്തെ വേറെ ചില ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമാണ്. അവർ പറഞ്ഞത് ഈ വേറെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകനിൽ വിശ്വസിച്ച കുറച്ച് സ്വതന്ത്രരാക്കപ്പെട്ട വിമോചിക്കപ്പെട്ട അടിമകളുണ്ട്. അതിൽപ്പെട്ട 2-3 ആളുകളുടെ പേര് ചരിത്രം പറയുന്നുണ്ട്. അദ്ദാസ്, ജബർ, ഫുക്കൈഹ തുടങ്ങിയ 2-3 ആളുകളുടെ പേര് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവരെല്ലാം പ്രവാചകനിൽ വിശ്വസിച്ച സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളാണ്. ഇവർ മക്കക്കാരല്ല, വേറെ സ്ഥലത്തുനിന്ന് റോമെന്ന് പേർഷ്യ എന്നൊക്കെ വന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ആളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന തന്ത്രം എന്താണെന്നറിയോ? ശത്രുക്കൾ പറയാണ്, മുഹമ്മദ് പറയുന്ന ഈ കാര്യമുണ്ടല്ലോ അത് കെട്ടിച്ചമച്ചതാ, അതിന് ഇവരുടെയൊക്കെ പിന്തുണ. അതാണ് അഅനഹു ഖൗമുൻ ആഖറൂൻ, വേറെ ചില ആളുകളുടെ സഹായിച്ചു പറഞ്ഞാൽ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പേർഷ്യയിൽ കുറേ കഥകളുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് പറയും. അദ്ദാസെ, റോമിലുള്ള മറ്റേ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും. നിങ്ങളവിടെ ബൈബിളിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങോട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് പറയിപ്പിച്ച് എഴുതിയുണ്ടാക്കിയതാണ് ഇവർ പറയാണ്. നോക്ക്, ഇവർ പറയുന്നു, ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ, ഇത് കെട്ടിച്ചമച്ച ഒരു വ്യാജം അല്ലാതെയല്ല. വ അഅനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, ഇതിന് അദ്ദേഹത്തെ വേറെ ചില ആളുകൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഖദ് ജാഉ ളുൽമൻ വസൂറാ, അല്ലാഹ് പറയാണ്, ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ളുൽമൻ വസൂറ, ളുൽമ കടുത്ത അനീതിയാണ്, അക്രമമാണ് ഇവർ ചെയ്തത്. വസൂർ വ്യാജമാണ്, കള്ളത്തരമാണ് ഇവർ പറയുന്നത്. ഏത്? ഈ വാദം മറ്റാളുകളുടെ സഹായത്തോടുകൂടെ മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നുള്ള വാദം ഉണ്ടല്ലോ, അത് ളുൽമാണ്, സൂറാണ്. ഫഖദ് ജാഉ ളുൽമൻ വസൂറ, അവർ വന്നിരിക്കുന്നത് ളുൽമ് അതുപോലെ അതിക്രമവും അല്ലെങ്കിൽ അനീതിയും, സൂർ വ്യാജവുമായിട്ടാണ്, കള്ളവുമായിട്ടാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല അവരോട് വീണ്ടും പറയാണ്, വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹാ ഫഹിയ തുംലാ അലൈഹി ബുക്റതം വഅസീലാ. അവർ പറഞ്ഞു, അവരുടെ വാദം തുടരുക. ഈ സത്യനിഷേധികൾ പറയാണ്, ഖാലു അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അസാതീറുൽ അവൽ, ഉസ്തൂറത്ത് എന്നുള്ള വാക്കിൻ്റെ ജംആണ് അസാതീർ. പുരാണങ്ങളാണ്, കെട്ടുകഥകളാണ്, മിത്ത്, പലതരത്തിൽപ്പെട്ട ലെജൻസ്, പഴയ കാലത്തുള്ള കഥകളെ സംബന്ധിച്ചാണ്. അസാതീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകളാണിത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്, ലെജൻസ്, മിത്തുകൾ, അല്ലേ? ഇങ്ങനെ പല ജാതി കഥകളുണ്ടാവും. അങ്ങനെയുള്ള കഥകളാണ് ഇത്. അസാതീറുൽ അവ്വലീൻ എന്ന് പറഞ്ഞു. മാത്രമല്ല ഫഹിയത് ഇക്തതബഹ, അത് എന്ത് ചെയ്തു എന്നറിയോ? ഇക്തതബഹ, കതബ എന്ന് പറഞ്ഞാൽ എഴുതിയെന്ന, ഇക്തതബഹ അത് എഴുതിപ്പിക്കുകയാണ്, പകർത്തി എഴുതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട്, പ്രവാചകന് എഴുത്തറിയില്ലല്ലോ, പ്രവാചകന് വായന അറിയില്ല, അവർക്കറിയാത്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇത് എഴുതിപ്പിക്കുകയാണ്. ഇക്തതബഹ, അതിനെ എഴുതിപ്പിച്ചു. ഫഹിയ തുംല അലൈഹി, അങ്ങനെ എഴുതിപ്പിച്ച ഏടുണ്ടല്ലോ അത് ഇദ്ദേഹത്തിൻ്റെ മേൽ വായിച്ച് കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. തുംല അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ വായിച്ച് കേൾപ്പിക്കപ്പെടുന്നു. വായിച്ച് കേൾപ്പിക്കപ്പെടുക, പാരായണം ചെയ്യപ്പെടുക. ഫഹിയ തുംല അലൈഹി
എപ്പോൾ? ബുക്റത്തൻ വ അസ്വീല. ബുക്റ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്, രാവിലത്തെ സമയം. അസ്വീല വൈകുന്നേരം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇദ്ദേഹത്തിൻ്റെ മേൽ അത് വായിച്ച് കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇത് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആനെതിരിൽ അന്ന് അവർ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ്. അവർ പറഞ്ഞത് ഇത് പ്രവാചകൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. അതിന് അദ്ദേഹത്തെ വേറെ ചില ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവരെന്താ ചെയ്തെന്നറിയോ? പഴംപുരാണങ്ങളിലെ കഥകളൊക്കെ എഴുതിയെടുപ്പിച്ചിട്ട് അതിങ്ങനെ വായിച്ച് കേൾപ്പിച്ച് ഇദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ആളുകളുടെ മുമ്പാകെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഈ വാദം അന്ന് അവിടെയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കില്ല. പക്ഷെ പറഞ്ഞിടണ്ടേ? പച്ചക്കള്ളം പറയുക, ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. സത്യത്തെ നേർക്ക് നേരെ എതിരിടാൻ ഒരിക്കലും അസത്യത്തിന് കഴിയില്ല. അങ്ങനെ കഴിയാതിരിക്കുന്ന സന്ദർഭത്തിൽ സത്യത്തിൻ്റെ സ്രോതസ്സ് വ്യാജമാണെന്ന് പറയലാണ് ഒരു രീതി. ആ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ അൽ അമീൻ ആണ് എന്നുള്ളത് അവിടെ തെളിഞ്ഞ കാര്യമാണ്. തീർത്തും സത്യസന്ധനായ വിശ്വസ്തനായ ഒരു മനുഷ്യൻ ഒരു എന്തെങ്കിലും ഒരു ഭൗതിക ലാഭം കിട്ടുകയാണെന്ന് തിരക്കില്ല. ഇത് പറയുന്നതിനനുസരിച്ച്, ഖുർആൻ്റെ ആയത്തുകൾ ആളുകളോട് പറയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന എന്താ? പൈസ കിട്ടുന്നുണ്ടോ? അധികാരം കിട്ടുന്നു? അല്ല, എതിർപ്പ് കൂടുക ചെയ്യുന്നത്. എതിർപ്പ് കൂടുന്ന ഒരു കാര്യം ആരെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പറയുമോ? പക്ഷേ ഈ പ്രവാചകൻ സത്യസന്ധനായ പ്രവാചകനാണ് എന്നുള്ളത് അത് തന്നെ തെളിവാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ പഠിപ്പിച്ചോട് പഴംപുരാണങ്ങളുടെ കഥകളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അറിയാം ഇത് അങ്ങനെയാണെങ്കിൽ ഖുർആൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ആയത്ത് കൊണ്ടുവരൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഒരു 10 ആയത്ത് വേറെ തരീന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അറബി ഭാഷയിലെ പ്രാവീണ്യം നേടിയ പ്രഗത്ഭരായ കവികളോടുള്ള ഒരു വെല്ലുവിളിയാണിത്. ആർക്കും പറ്റിയിട്ടില്ല. എന്നിട്ടാണോ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് ഇത്ര ഗംഭീരമായിട്ട് ഒരു അന്നത്തെ എല്ലാ ഭാഷാ സാഹിത്യങ്ങളെയും കവച്ചു വെക്കുന്ന ശൈലിയിൽ ഇങ്ങനെ മനോഹരമായ വാക്യങ്ങൾ ഉരുവിടുന്നത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമത്? അത് കേട്ട ആളുകൾക്ക് അറബികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അറിയും. അതുകൊണ്ട് ഈ വാദം വല്ലാതെ പിടിച്ചു നിന്നിട്ട് അവരുടെ വാദം ഖുർആനെടുത്ത് ഉദ്ധരിക്കുക മാത്രമേ, മറുപടി വല്ലാതെ പറയേണ്ടതില്ല. അവർ പറഞ്ഞതാണ് വഖാലു അസാത്വീറുൽ അവ്വലീൻ ഇക്തതബഹ. അദ്ദേഹം അത് എഴുതിപ്പിക്കുന്നു. ഫഹിയ തുംല അലൈഹി ബുക്റതം വ അസ്വീല. അത് അദ്ദേഹത്തിന് മേൽ രാവിലെയും വൈകുന്നേരമൊക്കെ ഓതി കേൾപ്പിക്കപ്പെടുന്നു. എന്നിട്ട് അത് പഠിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. കുൽ, പറഞ്ഞേക്ക്, അതിന് മറുപടി കൊടുത്തേക്ക്. പ്രവാചകരെ പറയുക, അൻസലഹുല്ലദീ യഅലമുസ്സിർറ ഫിസ്സമാവാതി വൽ അർള് ഇന്നഹു കാന ഗഫൂറർ റഹീമാ. ഇതാരാ ഇറക്കിയത്? കുൽ, പറയുക. അൻസലഹു, ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലദീ യഅലമുസ്സിർറ, ആരാ അവതരിപ്പിച്ചത്? അൻസലഹുല്ലാ എന്ന് പറയല്ല. അല്ലദീ യഅലമുസ്സിർറ, രഹസ്യമറിയുന്നവനാണ്. സീക്രട്ട്. ഏത് രഹസ്യം? യഅലമുസ്സിർറ ഫിസ്സമാവാതി വൽ അർള്. പ്രപഞ്ചത്തിൽ ആകാശലോകങ്ങളിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ അറിയുന്നവൻ. വൽ അർള്, ഭൂമിയിലും. ഈ ഭൂലോകത്തും ആകാശലോകത്തുമുള്ള രഹസ്യങ്ങൾ അറിയുന്നവൻ ആരാണോ അവനാണ് ഇത് അവതരിപ്പിച്ചത്. അല്ലാതെ പഴംപുരാണങ്ങളിലെ കെട്ടുകഥകളല്ല ഇത്. ഏതൊക്കെയോ ആളുകൾ കേട്ട് പഠിപ്പിച്ചു കൊടുത്ത കഥകളല്ല ഇത്. ഇത് യഅലമുസ്സിർറ ഫിസ്സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള രഹസ്യമറിയുന്നവൻ്റെ വചനങ്ങളാണ്. ഇന്നഹു കാന ഗഫൂറ റഹീമ. ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നത് എന്താ പറഞ്ഞു നോക്കുക? അള്ളാഹുവിൻ്റെ 2 ഗുണങ്ങൾ. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. ഇതൊക്കെ പറഞ്ഞ ആളെ വേണമെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യാന്നറിയോ? അപ്പം തന്നെ പിടിക്കാം, ആ സമയത്ത് പിടിക്കാം. പിടിക്കുന്നില്ല. എന്തുകൊണ്ട്? ഗഫൂറാണ് അള്ളാഹു. പറഞ്ഞോട്ടെ. ഈ കാരുണ്യവാനായ റഹ്മാനായ റബ്ബിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ്. പ്രവാചകൻ ഇതിൽ വ്യാജമായ ആരോപണം ഉന്നയിക്കുമ്പോൾ വേണമെങ്കിൽ അള്ളാഹുവിന് അവരെ പിടികൂടാം. പക്ഷേ പിടികൂടുന്നില്ല, അവർക്ക് സമയം അനുവദിക്കുന്നു. എന്തുകൊണ്ട്? അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, ഏറെ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റത്തെ കരുണാവാരിധിയാണ്. അതുകൊണ്ട് അവരെ ഒരു ആശ്വാസം കൊടുക്കുകയാണ്, സമാശ്വാസം നൽകുകയാണ്. വീണ്ടും വിശ്വസിക്കുവാനും തൻ്റെ പഴയകാല തെറ്റുകളൊക്കെ പൊറുക്കപ്പെടുവാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ് ഈ ഒരു വാക്യത്തിലൂടെ. 6 ആയത്തുകളാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫുർഖാനിലെ ആദ്യത്തെ 6 ആയത്തുകൾ.
ഇതിൽ ഒന്ന് പറഞ്ഞ് ഖുർആനെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അൽ ഫുർഖാൻ, ഈ ഫുർഖാൻ അവതരിപ്പിച്ചു. അത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ്. സത്യവും അസത്യവും എന്താണ്, ഏതാണ് എന്നറിയുക എന്നുള്ളത്. നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് അറിയണം. അത് അറിയിച്ചു തരാൻ വേണ്ടി ലോകത്ത് ഏത് മനുഷ്യൻ ശ്രമിച്ചാലും പലതരത്തിൽപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവും. അതറിയിച്ചു തരാൻ കഴിവുള്ളവൻ ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനാണ്, പ്രപഞ്ചനാഥനാണ്. ലഹു മുൽക്കു സമാവാതി വല്ലർദ്. മാത്രമല്ല ആകാശലോകങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ രഹസ്യം അറിയുന്നവനാണ്. മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചവനാണ്. മനുഷ്യർക്കെല്ലാ ഗുണങ്ങളും ദോഷങ്ങളും വരുത്തിവെക്കാൻ കഴിവുള്ളവനാണ്. ഇവനാണ് പറഞ്ഞു തരേണ്ടത്. മക്കളെ, ഇതാണ് എൻ്റെ അടിയാറുകളെ, ഇതാണ് നിങ്ങൾക്ക് നന്മ, ഇത് തിന്മയാണ്, ഇതാണ് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്, ഇത് നിഷിദ്ധമാണ് എന്നൊക്കെ പറയാൻ അവനെ അധികാരമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തുകൾ വന്നിരിക്കുന്നത്. ഒട്ടേറെ ആശയങ്ങളുള്ള ആയത്തുകളാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ എല്ലാവരെയും തുറക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.